എലിജിബിൾ ആകുന്നുവെന്ന് മനസ്സിലാക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് മോശ ഈ ഒറ്റുനോക്കുവാനായിട്ട് ഐക്യപ്പെടുവാനിടയായി തീർന്നത്. നമ്മൾ വായിച്ചതായിരിക്കുന്ന വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അങ്ങോട്ട് കടന്നുപോയി ഒറ്റുനോക്കിയിട്ട് കടന്നു വന്നവരുടേതായിരിക്കുന്ന റിപ്പോർട്ട്. അതാണ് എൻ്റെ ചിന്താ വിഷയം. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ 3 കൂട്ടം ആൾക്കാരെ ഇതിനകത്ത് വന്ന് പ്രസന്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളും ഇതിനകത്ത് ഏത് ഗ്രൂപ്പ് ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത്, ഉറ്റുനോക്കുവാൻ കടന്നുപോയതില് യോശുവയും കാലേബും ഒഴിച്ചുള്ളതായിരിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്. സമൂഹത്തിൽ അവർ വളരെ മാന്യന്മാരാണ്, ഭവനത്തിൽ അവർ മാന്യന്മാരാണ്. എന്നാൽ സംഭവിച്ചതായിരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഈ പ്രത്യേകമായിരിക്കുന്ന കൂട്ടരെ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കളില് ലീഡേഴ്സ് ആയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. നേതൃനിരയിൽ നിൽക്കുവാൻ തക്കണം യോഗ്യരെന്ന് മനസ്സിലാക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളാണ് ഈ 10 പേര്. പക്ഷെ വിഷയം എന്ന് പറയുന്നത്, അവര് ആ ലെവലിൽ നിൽക്കുന്നവരാകുന്നുവെങ്കിലും അവര് കടന്നുപോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. മടങ്ങി വന്ന് കൊടുക്കുന്ന ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ദൈവത്തിന് ഹിതത്തിന് യോജിച്ചൊരു ഒരു റിപ്പോർട്ടായിരുന്നില്ല.